ദുഃഖം എന്റെ കൂടെ പുറപ്പാണ്. പക്ഷെ അനാഥയായ എന്റെ മനസ്സ് ഇപ്പൊ വേദനിക്കുന്നത് നിങ്ങളുടെ കഥ കേട്ടിട്ടാണ്. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചെന്നെ തീരണ്ടേ? ഏതായാലും ഞാനൊരു പുതിയ പാഠം പഠിച്ചു. ഈ ലോകത്തുള്ള എല്ലാ ബന്ധങ്ങളും പൊള്ളയാണെന്ന്. നിങ്ങൾ ലക്ഷ്മിയും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു? ഒരു കൊച്ചു പിണക്കം പോലും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ദയവ് ചെയ്ത് അതേക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കാതിരിക്കൂ. ഞാനതൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ്. ക്ഷമിക്കൂ. ഞാൻ വിളിപ്പിച്ചത് ഒരു കാര്യം ചോദിക്കാനാണ്. എന്താ? ബാബുവിനെ നോക്കുന്ന കാര്യം ഇപ്പോഴൊരു ബുദ്ധിമുട്ടായി വന്നിരിക്കുകയല്ലേ? വിരോധമില്ലെങ്കിൽ അവൻ ഇവിടെ നിൽക്കട്ടെ, ഞാൻ നോക്കിക്കൊള്ളാം. ആ നല്ല മനസ്സിന് നന്ദി. പക്ഷേ അവൻ എന്റെ കൂടെ കഴിയുന്നതാണ് നല്ലത്. എനിക്കൊരു കൂട്ടായിരിക്കും, അതുകൊണ്ട് പറഞ്ഞതാ. ഏതായാലും ഇപ്പൊ വേണ്ട, പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം. ഇനി കമ്പനി കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? അതോർത്ത് വിഷമിക്കണ്ട. കമ്പനിയുടെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ വരട്ടെ. വാടാ മോനെ. സാർ, എന്റെ വൈഫ് പുറത്തേക്ക് പോകുന്നുണ്ടോ? എന്റെ വൈഫ് മാത്രമല്ല, ആ സിക്കുകാരനും അയാളുടെ പെണ്ണും എല്ലാവരും കൂടി ഒരു ടാക്സിയിലാണ് പോയത്. നേരോ? അതേടോ, വേണാട് എക്സ്പ്രസിന്റെ സമയവും ചോദിച്ചിട്ടാണ് പോയത്. സലീം നിന്നെ ഏത് പാടാ പഠിപ്പിച്ചേ? കൊരങ്ങൻ തടിയന്റെ വാങ്ങിട്ട കഥ ബാബു എന്താ പഠിച്ചത്? സീതാദേവി കൊണ്ടുവരാൻ ഹനുമാൻ ലങ്കയ്ക്ക് പോയ കഥ നല്ല കഥയാണ്. പിന്നെ ഹനുമാനും കൊരങ്ങ അല്ലിടമ്മ. ഹനുമാൻ മനുഷ്യനോ? അല്ല, ഹനുമാൻ കൊരങ്ങ. മനുഷ്യനോ? കൊരങ്ങ മനുഷ്യനോ? എന്താണ് നിങ്ങൾ കഴി? എന്താണ് എന്റെ തർക്കം? എന്താണിത്? അപ്പൊ ഹനുമാൻ മനുഷ്യനല്ലേ? അല്ല, ഹനുമാൻ കൊരങ്ങല്ലേ? ആരാണ് അതൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത്? ഹനുമാൻ മനുഷ്യനുമല്ല, മൃഗവുമല്ല, സാക്ഷാൽ പക്ഷി. ആകാശത്ത് കൂടെ പറക്കണ വലിയ കൊച്ചി. മനസ്സിലായില്ലേ? നമുക്ക് മനസ്സിലായില്ലേ? ആ കുത്തിനെ പഠിച്ചോളി, കുത്തിരിക്കട്ടോ. ഇവിടെ വെളിച്ചെണ്ണക്ക് വില എറിക്കുന്നത് അപ്പോഴാണ് ഹനുമാന്റെയും സുലൈമാന്റെയും കഥ. ഒന്നും ആയില്ലേ? വെളിച്ചെണ്ണ തടി കുറയ്ക്കാൻ കുറെ ഉള്ളി അരിഞ്ഞിട്ട്. എന്റെ സോമ, ഞമ്മക്ക് രണ്ടാക്കും കെട്ടിയോള ഭാഗ്യം ചേട്ടായി പോയല്ലോ. ഈ ചോറും കറിയും വെക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പാട്. എന്ത് പാടായാലും മനസ്സിന് സ്വസ്ഥതയുണ്ടല്ലോ. ഞമ്മക്കൊരു കാര്യം ചെയ്യാം. എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ റാഞ്ചി കൊണ്ടുവരാം. റാഞ്ചി തന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കോ? ഈ പേറും വെറുപ്പൊക്കെ കഴിഞ്ഞ് തൈക്കളവിനെ കൊണ്ടുവരാ. ആരായാലും പെണ്ണായി ജനിച്ചവളെ എന്റെ പടിക്കകത്ത് ഞാൻ കയറ്റൂല. സുരേന്ദ്ര, എന്തോ? അവൻ സ്റ്റോർ തുറക്കാൻ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. ചെല്ല്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ ഇവിടെ? അദ്ദേഹം മരിച്ച് ചൂടാറുന്നതിന് മുമ്പ് വീണ്ടും മോഷണം. മോഷ്ടിച്ചവരെ വെറുതെ വിടാൻ പറ്റൂ? മിസ്റ്റർ സോമനാണ് മോഷ്ടിച്ചതെന്ന് തെളിഞ്ഞു. സ്റ്റോറിൽ നിന്നാണ് മോഷണം പോയിരിക്കുന്നത്. സ്റ്റോറിന്റെ ചുമതലക്കാരൻ സോമനാണ്. ആ നിലയ്ക്ക് സോമനെ ചോദ്യം ചെയ്തേ പറ്റൂ. മിസ്റ്റർ പ്രസാദ്, അച്ഛനല്ലേ മരിച്ചുപോയിട്ടുള്ളൂ? ഞാൻ ജീവിച്ചിരിപ്പില്ലേ? ഇതുപോലെ ഒരു സംഭവം ഉണ്ടായാൽ ആദ്യം അറിയിക്കേണ്ടത് എന്നെയല്ലേ? പോലീസിനെ അറിയിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ട് വിവരം അറിയിക്കാന്ന് കരുതി. മിസ്റ്റർ സോമനാണ് പ്രതിയെന്ന് നിങ്ങളെങ്ങനെ തീരുമാനിച്ചു? ജോത്സ്യമുണ്ടോ? നിങ്ങളാണ് മോഷ്ടിച്ചതെന്ന് ഞാൻ പറയുന്നു. നിഷേധിക്കാമോ? ഇതേ ഇൻസ്പെക്ടർ, ഈ കമ്പനിയുടെ ഉടമസ്ഥ ഞാനാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കുക. ഈ കേസിൽ എനിക്ക് പരാതിയില്ല. ഓക്കെ, ഞങ്ങൾക്ക് വിരോധമില്ല. വരൂ. ഇന്നു മുതൽ കമ്പനിയുടെ ചുമതല മുഴുവൻ ഞാൻ ഏറ്റെടുക്കുകയാണ്. ആ താക്കോലിങ്ങി തരും. ഗീതയ്ക്ക് എന്റെ മകളുടെ പ്രായം കാര്യങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കിയതിനു ശേഷം ചുമതല ഏറ്റെടുക്കുന്നതാ നല്ലത്. അത് ഞാൻ തീരുമാനിച്ചോളാം. താക്കോലിങ്ങി തരും. ആലോചിച്ച് തന്നെയാണോ സംസാരിക്കുന്നത്? പലതവണ ആലോചിച്ചിട്ടാണ് തീരുമാനിച്ചത്. താക്കോല് തരൂ. മിസ്റ്റർ സോമനിങ് വരൂ. ഈ താക്കോൽ
ഇന്നു മുതൽ നിങ്ങളുടെ കയ്യിലിരിക്കണം. വേണ്ട, എനിക്കതിനുള്ള കഴിവില്ല. ഞാനിന്ന് അനാഥയാണ്. എന്റെ അച്ഛന്റെ കമ്പനിയിൽ വർഷങ്ങളായി വിശ്വസ്തയോട് പണിയെടുക്കുന്ന മനുഷ്യനാണ് നിങ്ങൾ. ആ നന്ദിയും സ്നേഹവും എന്നോടുമുണ്ടെങ്കിൽ എന്നെ സഹായിക്കാനായി നിങ്ങളിത് വാങ്ങണം. മിസ്റ്റർ സോമൻ, പ്രസാദിന്റെ ഈ കമ്പനിയിലെ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് എന്തെല്ലാം അവകാശങ്ങളുണ്ടോ അതിന്ന് തന്നെ കൊടുത്ത് പിരിച്ചുവിടണം. എന്നെ വെറുതെ അങ്ങനെ പിരിച്ചുവിടാൻ പറ്റില്ല. എനിക്ക് ഈ കമ്പനിയുടെ ആദായത്തിൽ പങ്കുവേണം. തരാം. ഈ കമ്പനി തന്നെ ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. ഡോക്ടർ, എന്റെ അച്ഛനെ കൊല്ലാൻ നിങ്ങൾ കൈക്കൂലി കൊടുത്ത ഡോക്ടറല്ലേ ഈ നിൽക്കുന്നത്? എന്താണ് നടന്നതെന്ന് പറയൂ ഡോക്ടർ. അദ്ദേഹം പണം തരാമെന്നും പറഞ്ഞ് എന്നെ ചുമതലപ്പെടുത്തിയത് സത്യമാണ്. പക്ഷേ തക്ക സമയത്ത് മിസ്റ്റർ സോമൻ എന്നെ വിവരം അറിയിച്ചതുകൊണ്ട് എന്റെ അച്ഛൻ അന്നും മരിച്ചില്ല. എന്താ ഇനിയും കമ്പനിയുടെ ആദായത്തിൽ പങ്കുവേണം? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അച്ഛനെ കരുതി ഞാൻ എല്ലാം ക്ഷമിക്കുന്നു. നിങ്ങളുടെ അവകാശങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം. സോമൻ, ഈ അന്തർനാടകങ്ങളുടെ ചരട് നിന്റെ കയ്യിലാണെന്ന് എനിക്കറിയാം. സാർ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അതെ, അതാരാണെന്ന് കാലം തെളിയിക്കും. നിങ്ങളോ? നിങ്ങൾ എന്തിനിവിടെ വന്നു? നിന്നെ കൊണ്ടുപോകാൻ. ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് പോകാം. ഇവിടെ പാടില്ല. അങ്ങനെ നിന്നെ ഞാൻ വിടില്ല. മര്യാദയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് വിടൂ. നിന്നെ കൊണ്ട് ഞാൻ പോകും. ചേച്ചി, ചേച്ചി!